ശബരിമല സന്നിധാനം മണ്ഡല പൂജയ്ക്കുള്ള കാത്തിരിപ്പിലാണ്. അല്പസമയത്തിനകം തന്നെ പൂജ ആരംഭിക്കും. 10:10 മുതൽ 11:30 വരെയാണ് മണ്ഡല പൂജ ചടങ്ങുകൾ നടക്കുക. അതിനു മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കലശപൂജയാണ് ആദ്യം. അതിനുവേണ്ടി തന്ത്രി ക്ഷേത്രത്തിൽ വലിയമ്പലത്തിൽ തയ്യാറാക്കിയ പത്മത്തിൽ കലശങ്ങൾ പൂജിക്കും. നിവേദ്യത്തിന് തൊട്ടു മുൻപായി ഈ കലശങ്ങളൊക്കെ അഭിഷേകം ചെയ്യും. തുടർന്ന് നിവേദ്യം കഴിഞ്ഞ് നടയടച്ച് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടക്കും. ഈ ഏറ്റവും മണ്ഡലകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മണ്ഡല പൂജ എന്നുള്ളത്. ഈ 41 ദിവസത്തെ ഈ വ്രതശുദ്ധി അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങൾ കാലം കൂടുന്ന ഒരു ദിവസമായാണ് ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം മുഴുവൻ ശുചീകരിച്ച് ഇതിനുവേണ്ടി എല്ലാ നടപടികളും എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ ഭക്തിസാന്ദ്രമായുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ പൂജ നടക്കുന്നത്. ഏതായാലും 11:30 മണ്ഡല പൂജ അവസാനിക്കും. 1 മണിയോടുകൂടി രാവിലത്തെ നട അടയ്ക്കുകയും ചെയ്യും. തുടർന്ന് വൈകിട്ട് നട തുറന്ന് രാത്രി 10 മണിയോടുകൂടി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടിയാണ് മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാവുക. പിന്നീട് 30-ാം തീയതി വൈകിട്ടാണ് നട വീണ്ടും തുറക്കുക. മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടിയാണ് നട തുറക്കുന്നത്. ഏതാണ്ട് 34 ലക്ഷത്തോളം ആളുകളാണ് ഇതുവരെ സന്നിധാനത്ത് ഈ മണ്ഡലകാലത്ത് ദർശനം നടത്തി മടങ്ങിയത്. തങ്കയങ്കി ഘോഷയാത്ര വരുന്ന ദിവസവും മണ്ഡലപൂജ ദിവസവും ആളുകളെ നിയന്ത്രിച്ച് മാത്രമാണ് സന്നിധാനത്തേക്ക് കടത്തിവിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വന്ന ആളുകൾക്കൊക്കെ സുഖദർശനം സാധ്യമാവുകയും ചെയ്തു. മണ്ഡലപൂജയ്ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ഒരു ദർശനത്തിന് വേണ്ടിയാണ് ഇനിയിപ്പോൾ സന്നിധാനം മുഴുവൻ കാത്തിരിക്കുന്നത്.